വചനം 52 വാക്കർത്ഥം. വമാ അർസൽന നാം അയച്ചിട്ടില്ല മിൻ ഖബലിക നിനക്ക് മുമ്പ് മിർ റസൂലിൻ ഒരു റസൂലിനെയും അഥവാ ദൂതനെയും വലാ നബിയിൻ നബിയെയും ഇല്ല അഥവാ പ്രവാചകനെയും ഇല്ല ഒഴികെ അല്ലാതെ ഇദാ തമന്ന അദ്ദേഹം ഓതിക്കൊടുത്താൽ അൽഖശ്ശൈത്വാനു പിശാച്ച് ഇട്ടുകളയും ഇങ്ങനെ ആയിട്ടല്ലാതെ ഫി ഉംനിയതിഹി അദ്ദേഹം ഓതിക്കൊടുത്തതിൽ ഫയൻസഹുല്ലാഹു എന്നാൽ അള്ളാഹു ദുർബലപ്പെടുത്തും മായുൽഖിശ്ശൈത്വാനു പിശാച്ച് ഇട്ടുകളയുന്നതിനെ സുമ്മ യുഹ്കിമു പിന്നെ പ്രബലപ്പെടുത്തും ശക്തിപ്പെടുത്തും അള്ളാഹു ആയാതിഹി തൻ്റെ ആയത്തുകളെ ലക്ഷ്യങ്ങളെ വല്ലാഹു അലീമുൻ അള്ളാഹു സർവജ്ഞനാണ് ഹക്കീം യുക്തിജ്ഞാനിയാണ് അഗാധജ്ഞനാണ്. وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ثم يحكم الله آياته والله عليم حكيم. നിനക്ക് മുമ്പ് ഒരു റസൂലിനെയാകട്ടെ നബിയെയാകട്ടെ നാം അയക്കുകയുണ്ടായിട്ടില്ല. അദ്ദേഹം നമ്മുടെ ലക്ഷ്യങ്ങൾ ഓതിക്കൊടുത്താൽ ആ ഓതിക്കൊടുത്തതിൽ പിശാജ് ദുർബോധനങ്ങൾ ഇട്ടുകളയാതെ, എന്നാൽ പിശാജ് അതിൽ ഇട്ടുകളയുന്നതിനെ അള്ളാഹു ദുർബലപ്പെടുത്തി കളയുന്നു. എന്നിട്ട് തൻ്റെ വചനങ്ങളാകുന്ന ലക്ഷ്യങ്ങളെ അള്ളാഹു പ്രബലപ്പെടുത്തുകയും ചെയ്യുന്നു. അള്ളാഹു സർവജ്ഞനും യുക്തിജ്ഞാനിയുമാകുന്നു. വചനം 53 വാക്കർത്ഥം. ലിയജ്അല ആക്കുവാൻ വേണ്ടി മാ യുൽഖിശ്ശൈത്വാനു പിശാച്ച് ഇട്ടുകളയുന്നത് ഫിത്നതൻ ഒരു പരീക്ഷണം ലില്ലദീന യാതൊരു കൂട്ടർക്ക് ഫി ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട് മറളുൻ ഒരു തരം രോഗം വൽ ഖാസിയതു കടുത്തവർക്കും ഖുലൂബുഹും തങ്ങളുടെ ഹൃദയങ്ങൾ വ ഇന്നൽ ളാലിമീന നിശ്ചയമായും അക്രമകാരികൾ ലഫീ ഷിഖാഖിൻ കക്ഷിത്വത്തിലാണ് പിളർപ്പിലാണ് ബഈദ് വിദൂരമായ കഠിനമായ. ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد. പിശാച് ഇട്ടുകളയുന്നതിനെ അഥവാ ദുർബോധനങ്ങളെ ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്കും ഹൃദയങ്ങൾ കടുത്തുപോയിട്ടുള്ളവർക്കും ഒരു പരീക്ഷണമാക്കുവാനായിട്ടത്രേ അത്. നിശ്ചയമായും അക്രമകാരികൾ വിദൂരമായ അഥവാ കഠിനമായ കക്ഷിത്വത്തിലാണ്. വചനം 54 വാക്കർത്ഥം. വലിയഅലമല്ലദീന യാതൊരു കൂട്ടർ അറിയുവാനും ഊത്തുൽ ഇൽമ അവർക്ക് അറിവ് നൽകപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ളവർ അന്നഹുൽ ഹഖു അത് യഥാർത്ഥം തന്നെയാണ് മിർ റബ്ബിക നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള ഫയുഅ്മിനു അങ്ങനെ അവർ വിശ്വസിക്കുവാനും ബിഹി അതിൽ ഫതുഖ്ബിത അതിനാൽ വിനയപ്പെടുവാനും ലഹു അതിലേക്ക് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലഹാദി നയിക്കുന്നവനാണ് മാർഗദർശനം ചെയ്യുന്നവനാണ് അല്ലദീന ആമനു വിശ്വസിച്ചിട്ടുള്ളവരെ ഇലാ സിറാത്തിൻ പാതയിലേക്ക് മുസ്തഖീം ചൊവ്വായ നേരായ. وَلِيَعْلَمَ الَّذِينَ أُوتُوا الْعِلْمَ أَنَّهُ الْحَقُّ مِنْ رَبِّكَ فَيُؤْمِنُوا بِهِ فَتُخْبِتَ لَهُ قُلُوبُهُمْ وَإِنَّ اللَّهَ لَهَادِي الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ. അറിവ് നൽകപ്പെട്ടിട്ടുള്ളവർക്ക് അത് നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള
യഥാർത്ഥം തന്നെയാണെന്ന് അറിയുവാനും അങ്ങനെ അവർ അതിൽ വിശ്വസിക്കുവാനും തൽഫലമായി അവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് വിനയപ്പെടുവാനും അഥവാ ലയിക്കുവാനും വേണ്ടിയുമാകുന്നു. നിശ്ചയമായും അല്ലാഹു വിശ്വസിച്ചിട്ടുള്ളവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നവനാകുന്നു. 52 മുതൽ 54 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബിമാർ ജനങ്ങളിൽ സത്യപ്രബോധനം നടത്തുന്ന അവസരങ്ങളിലെല്ലാം തന്നെ പിശാച് അവന്റെ വകയായി പല ദുർബോധനങ്ങളും അതിൽ കടത്തിക്കൂട്ടി ദുഷ്പ്രചാരം ചെയ്ത് പ്രതിബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പതിവാണ്. നബിമാരുടെ ശത്രുക്കളായ ജനങ്ങൾ അത് ഏറ്റുപാടുകയും അതുവഴി ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ജാലവിദ്യയാണ്, കവിതയാണ്, കെട്ടുകഥയാണ്, ഊഹാപോഹമാണ്, യുക്തിഹീനമാണ്, അശാസ്ത്രീയമാണ് എന്നിങ്ങനെയുള്ള വിവിധ ആരോപണങ്ങൾ പുറപ്പെടുവിക്കും. പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന പല ദുർന്യായങ്ങളും അവർ പറഞ്ഞു പരത്തും. ഈ പിശാചുക്കളെ അല്ലാഹു പെട്ടെന്ന് പിടിച്ചു ശിക്ഷിക്കാതെ വിടുന്നത് നബിമാരുടെ പ്രബോധനങ്ങൾ സത്യമല്ലാത്തതുകൊണ്ടല്ല. സത്യത്തെ അല്ലാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിൽ ചില രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സത്യം സ്വീകരിക്കുവാനും അന്വേഷിച്ചറിയുവാനും തയ്യാറില്ലാത്ത ദുഷ്ടമനസ്ഥിതിയും ധിക്കാരബുദ്ധിയുമുള്ളവർക്ക് അതൊരു പരീക്ഷണമാകുന്നു. അതേസമയത്ത് അറിവും ബോധവുമുള്ള സത്യാന്വേഷികൾക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തെ ശരിക്കും തിരിച്ചറിഞ്ഞ് ആസ്വദിക്കുവാനുള്ള ഒരവസരവുമാണത്. അല്ലാഹു അവരെ അതിന് സഹായിക്കുകയും ചെയ്യും. പിശാചുക്കളുടെ പ്രവർത്തനം എത്ര കണ്ട് ബലപ്പെട്ടതാണോ അത്ര കണ്ട് സത്യത്തിന്റെ കക്ഷിയും സംശുദ്ധരായിത്തീരുകയും ശക്തിപ്പെടുകയും ചെയ്യും. അങ്ങനെ പിശാചിന്റെ കക്ഷിയുടെ തിന്മയും നബിമാരുടെ കക്ഷികളുടെ നന്മയും വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശത്രുക്കളായ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു ഇപ്രകാരം പറയുന്നു: വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തീനൽ ഇൻസി വൽ ജിൻ യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഖുറൂറ വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ വലിതസ്ഗാ ഇലൈഹി അഫ്ഇദത്തുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി വലിയർലൗഹു വലിയഖ്തരിഫു മാ ഹും മുഖ്തരിഫൂൻ. സാരം: അതുപോലെ എല്ലാ നബിമാർക്കും തന്നെ മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കളെ നാം ശത്രുക്കളായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ ചിലർ മറ്റു ചിലരോട് കൃത്രിമമായി പകിട്ടുവാക്കുകൾ ബോധനം ചെയ്യുന്നതാണ്. അത് മുടക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുകയില്ലായിരുന്നു. ആകയാൽ അവരെയും അവർ കെട്ടിയുണ്ടാക്കുന്നതിനെയും അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് ചെവി കൊടുക്കുവാനും അവരത് തൃപ്തിപ്പെടുവാനും അവർ പ്രവർത്തിച്ചുണ്ടാക്കുന്നതൊക്കെ പ്രവർത്തിച്ചുണ്ടാക്കുവാനും വേണ്ടിയാണത്. സൂറത്തുൽ അൻആം വചനം 112-113. ഈ ആയത്തിൽ നിന്നും നാം മേൽ വിവരിച്ചതിൽ നിന്നുമായി 52 മുതൽ 54 വരെയുള്ള ആയത്തുകളുടെ ഉദ്ദേശ്യം ശരിക്ക് വ്യക്തമായല്ലോ. അടിസ്ഥാനരഹിതവും ഇസ്ലാമിൻ്റെ ശത്രുക്കളാൽ വിരചിതവുമായ ചില കഥകളുടെ വെളിച്ചത്തിൽ നുബുവത്തിൻ്റെ അഥവാ പ്രവാചകത്വത്തിൻ്റെ അടിത്തറക്ക് തന്നെ കളങ്കം വരുത്തുന്ന ചില വ്യാഖ്യാനങ്ങൾ ഇവിടെ ചിലർ കൽപ്പിക്കാറുണ്ട്. ദുരുദ്ദേശപൂർവമല്ലെങ്കിലും ബുദ്ധിയുടെയും ന്യായത്തിൻ്റെയും മതപ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശരിക്ക് ചിന്തിക്കാതെ ചില വ്യാഖ്യാതാക്കൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത് പകർത്തിയിട്ടുമുണ്ട്. അതനുസരിച്ച് ആയത്തുകൾക്ക് അവർ കൽപ്പിക്കുന്ന സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: ഏതൊരു നബിയും വേദഗ്രന്ഥം ഓതിക്കേൾപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ കൂടി അദ്ദേഹം അറിയാതെ പിശാചും ചില വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് പുറത്തുവിടും. പിന്നീടത് ദുർബലപ്പെടുകയും ചെയ്യും. ഇതിന് ഇവർ നിദാനമായി എടുക്കുന്ന ഒരു കഥയുടെ ചുരുക്കം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സൂറത്തു വൻ നജ്മി ഓതിക്കേൾപ്പിക്കുമ്പോൾ അതിൽ ലാത്ത, ഉസ്സ എന്നീ വിഗ്രഹങ്ങളെപ്പറ്റി അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന് പ്രസ്താവിച്ച ശേഷം അവയെ പ്രശംസിച്ചുകൊണ്ട് ചില വാക്യങ്ങൾ തിരുമേനി അറിയാതെ പിശാചിൻ്റെ വകയായി കൂട്ടി പറഞ്ഞുപോയി. അത് കേട്ടപ്പോൾ അവിശ്വാസികൾ വളരെ സന്തോഷിച്ചു. ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ കഥയും അതിനൊപ്പിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളും വിവിധ രേഖകളോടുകൂടി പല മഹാന്മാരും യുക്തിയുക്തം ഖണ്ഡിച്ചും
നിഷേധിച്ചും വന്നിട്ടുള്ളതാകൊണ്ട് അതിനെപ്പറ്റി നാം ഇവിടെ കൂടുതലായൊന്നും വിവരിക്കേണ്ടതില്ല. പിശാചിന്റെ ദുർമന്ത്രങ്ങൾ പിൻപറ്റുന്നവരെയും സത്യവിശ്വാസികളെയും സംബന്ധിച്ച് വീണ്ടും അല്ലാഹു പറയുന്നു: